കൊല്ലം സുധി എന്ന് പറയുന്നത് ഒരു വലിയ കൊമേഡിയനാണ്. ആ കൊമേഡിയനായ കൊല്ലം സുധി എല്ലാരെയും ചിരിപ്പിച്ചു. സ്ക്രീനിൽ കണ്ടവരൊക്കെയും അവർ ഒരുപാട് പൊട്ടിച്ചിരിച്ചു. പക്ഷെ ആ കൊല്ലം സുധിയുടെ വീട്ടിനകത്ത് ദുഃഖം പളം കെട്ടി നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. തലചായ്ക്കാൻ വീടില്ല. പിന്നീടാണ് മരണശേഷം വീട് കിട്ടിയത്. ജീവിതത്തിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയ ഒരു മനുഷ്യൻ, എന്റെ കുട്ടിക്കാലം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതി. അദ്ദേഹം ഒരു ക്ലിനിക്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോവാൻ. എന്തായിരുന്നു അയാളുടെ പ്രശ്നം? മനസ്സിനകത്ത് സുഖമില്ല, എപ്പോഴും സങ്കടമാണ്. ഡോക്ടർ പറഞ്ഞു, ഇവിടെ വരുന്ന പേഷ്യന്റിനെ മുഴുവനും ഞാൻ എന്റെ തൊട്ടുപുറകിലുള്ള ഒരു തിയേറ്ററിൽ കൊണ്ടുവന്ന് സിനിമ കാണിച്ചിട്ട് അവരെ തിരിച്ചുവിടും. അപ്പോഴവർ ചിരിച്ചു കൊണ്ടുപോകും, അവരുടെ വിഷമങ്ങളെല്ലാം മാറും. അപ്പൊ പേഷ്യന്റ് ചോദിച്ചു, ആരുടെ സിനിമയാണ്? അത് ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. കൊമേഡിയനാണ്, ലോകം കണ്ട കൊമേഡിയന്മാരിൽ ഒരു കൊമേഡിയനാണ്. മിസ്റ്റർ ബീൻ പോലെ ചാർലി ചാപ്ലിൻ. ഈ ചാർലി ചാപ്ലിൻ ഏറ്റവും നല്ല കൊമേഡിയനാണ്. അദ്ദേഹത്തിന്റെ സിനിമ കണ്ടിട്ട് പുറത്തിറങ്ങുന്ന എത്ര വിഷാദ രോഗി ഉണ്ടെങ്കിലും ചിരിക്കുമത്രേ. പക്ഷെ ഈ രോഗി പറഞ്ഞു, എനിക്ക് ചിരി വരൂല, എനിക്ക് ചിരി വരില്ല. അവസാനം വാഗ്വാദമായി ഡോക്ടറും പേഷ്യന്റും. ഡോക്ടർ പറഞ്ഞു, ഇത്രയും നാൾ എന്റെ പരിചയത്തിൽ അതിനകത്ത് കയറി കണ്ടവരൊക്കെ ചിരിച്ചുപോയി. നിങ്ങൾക്ക് ഇത്ര ഉറപ്പെന്താ ഈ ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരൂല എന്ന്? നിങ്ങളുടെ മനസ്സിന്റെ വിഷാദം മാത്രം പോകില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? എന്താ രോഗി പറഞ്ഞ മറുപടി എന്നറിയോ? എന്താ? ഡോക്ടറോട് പറഞ്ഞു, ആ ചാർലി ചാപ്ലിൻ ഞാനാണ് ചാർലി ചാപ്ലിൻ. എന്റെ സിനിമയാണ് നിങ്ങളുടെ ക്ലിനിക്കിന്റെ പുറകിലെ തിയേറ്ററിൽ ഓടുന്നത്. അതിലെ നടൻ ഞാനാണ്. പക്ഷേ ഞാൻ ജനങ്ങളെ ചിരിപ്പിക്കുന്നുണ്ട്. എന്റെ മനസ്സിന്റെ ദുഃഖം മാറ്റാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. അയാളാണ് പറഞ്ഞത്, മഴയത്ത് നടക്കാനാണ് മൂപ്പർക്ക് ഇഷ്ടം, കാരണം കരയുന്നത് ആരും കാണൂല എന്ന് പറഞ്ഞത്. സങ്കടമില്ലാത്തവരാരുമില്ല. ഇവിടെ എത്ര സങ്കടമുണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ നമുക്ക് കഴിയും. ആഖിറം അങ്ങനെയല്ല. അതുകൊണ്ട് ആഖിറത്തിൽ നമുക്ക് ചിരിക്കണം. നമ്മൾ ചിരിച്ച് നാളെ പരലോകത്തേക്ക് പോകണം. കാരണം നമ്മൾ ഇവിടെ വന്നപ്പോ പലരും ചിരിച്ചിരുന്നു, അല്ലേ? നമ്മളെ പ്രസവിച്ചപ്പോ ആരൊക്കെ ചിരിച്ചത്? ഉമ്മാക്ക് ഇച്ചിരി വേദനയൊക്കെ ഉണ്ടായി. ഇച്ചിരി വേദനയൊന്നും അല്ല, നമ്മളാണ് പറയുന്നത്, പെണ്ണുങ്ങൾ കേൾക്കരുത്. അവരും ഇപ്പൊ പറഞ്ഞു അങ്ങനെയായി. എങ്ങനാ പ്രസവിച്ചത്? സുഖപ്രസവമാണ്. ഓ, എന്തൊരു സുഖമാ, ചോദിച്ചു നോക്കണം. സുഖപ്രസവം. പ്രസവിച്ച് കുഞ്ഞ് പുറത്തേക്ക് വന്നപ്പോ ഉമ്മ ചിരിച്ചു, വാപ്പ ചിരിച്ചു, എല്ലാരും ചിരിച്ചു. അപ്പൊ കുട്ടിയോ? കുട്ടി കരഞ്ഞു. ഇനി അവൻ വളർന്ന് 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 ഇവൻ മരിക്കാൻ പോവാൻ. അന്ന് ഈ ചിരിച്ചവരൊക്കെ എന്ത് ചെയ്യും? കരയും. അപ്പൊ എങ്ങനെ യവൻ പോകണം? മുമ്പ് അവൻ ജനിച്ചപ്പോ യവൻ കരഞ്ഞോണ്ട് വന്നു. അപ്പൊ കൂടി നിന്നവരൊക്കെ ചിരിച്ചു. ഇപ്പൊ കൂടി നിന്നവരൊക്കെ കരയുന്നു. അപ്പൊ ഇവ എങ്ങനെ പോകണം? ചിരിച്ചോണ്ട് പോകണം. വലദത്ക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലുക യൽഹഖൂന സുറൂറാ ഫജ്ഹദ് ലിനഫ്സിക അം തകൂന ഇദാ ബകൂ ഫി ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എല്ലാവരും ചിരിച്ചപ്പോ നീ കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിൽ വന്നത്. ഇനി എല്ലാവരും കരയുമ്പോ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോണം. അള്ളാഹു മരിക്കുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. മരിക്കുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. മഹാന്മാരായ രണ്ടു പേര് അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരാണ്. അവരൊരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് അറിയുന്നവരെ ചിരിക്കൂല. അറിയുമ്പോഴേ ചിരിക്കുള്ളെന്ന് പറഞ്ഞു. മരിക്കുന്നവരെ ചിരിച്ചിട്ടില്ല. അവസാനം മയ്യത്ത് കുളിപ്പിച്ചവര് പറയുന്നു, മയ്യത്ത് കട്ടിലിൽ കിടന്ന് രണ്ടുപേരും ചിരിക്കാൻ. മരിച്ചതിന് ശേഷം അള്ളാഹു മരിക്കുമ്പോ ചിരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ജീവിച്ചിരിക്കുമ്പോ ചിരി കുറച്ചു മതി, വൽ യബ്കു കസീറ, ഒത്തിരി കരയും. ഇവിടെ ഈ ദുനിയാവിൽ ആരാണോ ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്നത് അവനെ കരയിപ്പിച്ചുകൊണ്ട് അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ? ഇവിടെ ചിരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്നവൻ, ഓ, കള്ളുപിടിച്ചപ്പോ എന്തൊരു ചിരിയാണ്,
അള്ളാഹു അവനെ കരയിപ്പിച്ച് നരകത്തിൽ കടത്തും. ഇവിടെ കരഞ്ഞുകൊണ്ട് ഇബാദത്തെടുത്തവനെ നാളെ അവിടെ ചിരിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ ജോലി ചെയ്ത് ക്ഷീണിച്ച് പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ട് ഇവിടെ ദുനിയാവില് പണിയെടുത്ത് ഒരുപാട് പ്രയാസപ്പെട്ട് ആരാധനകൾ നിർവഹിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ചെയ്ത്, പക്ഷെ അതൊന്നും മതപരമായി അള്ളാഹുവിൻ്റെ അടുക്കൽ കബൂലിയത്തുള്ളതല്ല എന്ന് ബോധ്യം വന്നപ്പോൾ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിസർജിക്കുന്ന വിറയ്ക്കുന്ന ആ ഒരു മഹിഷറ വൻസഭയിൽ വെച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ദീനിനു വേണ്ടിയല്ലാതെ ഈ ദുനിയാവിൽ പണിയെടുത്തവൻ, ആത്മാർത്ഥതയില്ലാതെ പണിയെടുത്തവൻ, അള്ളാഹ്ക്കു വേണ്ടിയല്ലാതെ മറ്റാർക്കോ വേണ്ടി ഇവിടെ പണിയെടുത്തവൻ, ആ പണിയെടുത്ത് ക്ഷീണിതരായി നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ഇവിടെ ചടഞ്ഞുകൂടിയിരുന്നവരല്ല, ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു, ഉറക്കമുളച്ചു, ഒരുപാട് പാടുപെട്ടു, പ്രയാസപ്പെട്ടു. പക്ഷെ ഇതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നില്ല. ഒന്നുകിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടിയായി, അതല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ. പക്ഷേ അതോടൊപ്പം അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്ത മഖ്ലൂക്കുകളിൽപ്പെട്ട ചില ആളുകളെ കാണിക്കാൻ വേണ്ടി, പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ട് അമല് ചെയ്ത ആളുകൾക്ക് ആത്മാർത്ഥതയുടെ കുറവുണ്ടായി പോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഇവിടത്തെ പണി മുഴുവനും, ഇവിടത്തെ പരിശ്രമങ്ങൾ, ഇവിടത്തെ ആരാധനകൾ, ഇവിടത്തെ കർമ്മങ്ങൾ മുഴുവനും വൃഥാവിലായിക്കൊണ്ട് നാളെ പരലോകത്ത് വരുന്ന ഒരു വിഭാഗത്തിന്റെ മുഖത്തെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത് സൂറത്തുൽ ഗാശിയയിലൂടെയാണ്. അല്ലാഹു പറയുന്നത്, വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വുജൂഹുന് ചില ആളുകളുടെ മുഖമുണ്ടല്ലോ, ആ മുഖം യൗമഇദിൻ ഖാശിഅ, പടച്ചതമ്പുരാന്റെ കോടതിയിൽ അവരുടെ മുഖത്തിന്റെ വികൃതി, അവരുടെ മുഖത്തിന്റെ വൈകൃതം എങ്ങനെയാണെന്ന് ഖുർആൻ പറയുകയാണ്. ഖാശിഅത്തുന് ഭയന്ന് വിറച്ചുകൊണ്ട്, സംഭീതരായി, പരിഭ്രമചിത്തരായി, വിഷാദ വിഷണ്ണരായി, വ്യാകുല വികുലരായി, ഭയന്ന് വിറച്ചുകൊണ്ട് അവർ താഴ്മ കാണിക്കുന്നവരാണ്. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ താഴ്മ കാണിക്കേണ്ടി വന്നതെന്നറിയോ? ആമിലത്തുൻ നാസിബാ. അല്ല പറയുന്നു, ആമിലത്തുൻ നാസിബ, അവർ ഈ ദുനിയാവിൽ പണിയെടുത്ത് തളർന്നു പോയവരാ, ഇവിടെ അമലുകൾ ചെയ്ത് തളർന്നു പോയവരാ, ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് ക്ഷീണം സംഭവിച്ചവരാണ്. അവര് നാളെ പരലോകത്ത് വരുമ്പോ അല്ല പറയുകയാണ്, വുജൂഹു യൗമഇദിൻ ഖാശിഅ, ഒന്ന് നിവർന്ന് നോക്കാൻ കഴിയാത്ത വണ്ണം വിനയത്തിന്റെ പേരിൽ ഭയന്നുകൊണ്ട് വിറച്ചുകൊണ്ടവർ തലകുനിച്ച് നിൽക്കുകയാണ്. ആരുടെ മുന്നിലും മുഖം കാണിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ തല താഴ്ത്തി വെച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ ആ അവസ്ഥയെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്തു, ആർക്കൊക്കെയോ വേണ്ടിയിട്ട്, ആർക്കൊക്കെയോ കാണിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു. അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലുമൊക്കെ മനുഷ്യനിർമ്മിതമായ ഖാലിഖീങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇതൊന്നും ഉപകാരപ്പെടില്ല, ഇതെല്ലാം നിഷ്ഫലമാണ്. നാളെ പരലോകത്ത് നിന്റെ മുഖത്തിന്റെ അവസ്ഥ അല്ല പറയുന്നു, ഖാശിഅ, വിനയം കൊണ്ട്, പേടിച്ചിട്ട് വിനയം, ആ ഭയന്നു വിറച്ച് വിനയത്തോടെ നിന്റെ മുഖം നാളെ പരലോകത്ത് വല്ലാത്തൊരവസ്ഥയിലായി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളൊക്കെ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്താൽ, അങ്ങനെയാണല്ലോ, ആളുകൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടും. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ തസ്ബീഹിന്റെ മണികളുടെ എണ്ണം കൂട്ടും. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടാൽ നമ്മുടെ ഓതലിന്റെ ശൈലിക്ക് വ്യത്യാസം വരുത്തും. ആരെങ്കിലും കാണുന്നുണ്ട് എന്ന് ബോധ്യം വന്നാൽ സംഭാവന പറയുന്നതിന്റെ തുകയ്ക്ക് പെരുപ്പം കൂട്ടും. ഇങ്ങനെയൊക്കെ ആർക്കൊക്കെയോ വേണ്ടി അമല് ചെയ്യുന്ന ആളുകൾ
ഇവിടെ മുടക്കിയ സാമ്പത്തികം, ഇവിടെ അനുഷ്ഠിച്ച അവരുടെ കർമ്മങ്ങൾ, ഇതെല്ലാം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോ ഭയന്ന് വിറച്ചുകൊണ്ട് തലകുനിക്കേണ്ടി വരുന്നതാണ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയിൽ ഒരു ക്രൈസ്തവ പാതിരിയെ കാണുകയാണ്. ആ ക്രൈസ്തവ പാതിരി ചരിത്രത്തിൽ കാണാം, ആ ക്രൈസ്തവ പാതിരി ചർച്ചിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കാണാൻ നല്ല മനോഹരമായ വിശാലമായ ഒരു ചർച്ചാണ്. ആ ചർച്ചിന്റെ സമീപത്തു കൂടി പോകുന്ന ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു നിമിഷം അവിടെ അങ്ങ് നിൽക്കുകയാ. അതിന്റെ പാതിരി ക്രൈസ്തവ പുരോഹിതൻ നല്ല സ്വഭാവ ശുദ്ധിയുള്ള മനുഷ്യനാണ്. ആളുകളോട് നല്ല ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യനാണ്. എല്ലാവരോടും പുഞ്ചിരിക്കുന്ന വദനത്തോടെ ഇടപെടുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ, ആ പാതിരി ക്രൈസ്തവ പുരോഹിതൻ ആ ചർച്ചിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. ചോദിച്ചല്ലോ, ഉമർ തങ്ങളെ കരയുന്നത് എന്തിനാണ്? ഒരു ചർച്ചിന്റെ മുന്നിൽ ചർച്ചിന്റെ പുരോഹിതന് നിൽക്കുന്നത് കാണുമ്പോ എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ എന്റെ പടച്ചവന്റെ ഒരു ആയത്തങ്ങ് ഓർത്തുപോയി. വുജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബാ. ഈ ദുനിയാവിലെ കർമ്മങ്ങൾ ചെയ്ത്, പ്രവർത്തനങ്ങൾ ചെയ്ത് ഒന്നും ഉപകരിക്കാതെ പോയ ഒരു മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ മുഖം ഭയന്ന് വിറച്ചുകൊണ്ട് താഴ്മ കാണിക്കുന്ന ഒരു മുഖമാണ് അവൻ അല്ലാഹു കൊടുക്കുന്നത്. ഇത് ഓർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ അമൽ ചെയ്യുന്നത് അല്ലാഹുക്ക് വേണ്ടിയാകണം. പടച്ചവന് വേണ്ടിയിട്ടല്ലാതെ അമൽ ചെയ്യരുത്. അല്ലാഹുക്ക് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ ഒന്നും ചെയ്യരുത്. ആര് കണ്ടാലെന്താ, ആര് കണ്ടില്ലെങ്കിലെന്താ, ഞാൻ ചെയ്യുന്നതെല്ലാം എന്റെ പടച്ചവന് വേണ്ടിയാണ്. ആളുകൾ ഇരിക്കുന്നത് കാണുമ്പോൾ സംഭാവന ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും, ഞാൻ 10 ലക്ഷം കൊടുക്കാം, 15 ലക്ഷം കൊടുക്കാം. പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോ ഒട്ടിയ വയറുമായിട്ട് നിന്റെ വീടിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് കൈനീട്ടുന്ന പാവപ്പെട്ട ഭിക്ഷാടനം നടത്തുന്നവന് ഒരു ഉരുള ഭക്ഷണത്തിന്റെ കാശ് കൊടുക്കാതെ, ഒരു കവിള് വെള്ളത്തിന്റെ പൈസ കൊടുക്കാതെ ആ വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കുമ്പോ ആളുകൾ കാണുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ ഓഫർ ചെയ്തിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുമ്പോ പൊന്നുമോനെ, അല്ലാഹു പറയുന്നു, വുജൂഹു യൗമഇദിൻ ഖാശിഅ. നാളെ ഭയന്ന് വിറച്ചുകൊണ്ട് നിന്റെ മുഖമതാ വിനയത്തിന്റെ പ്രതീകമായി മാറുകയാണ്. ആമിലത്തുൻ നാസിബാ. ഇവിടെ നീ ഒന്നും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരുന്നത് കൊണ്ടല്ല, ഇവിടെ നീ ഒരുപാട് ധർമ്മം ചെയ്തു, ഇവിടെ ഒരുപാട് നമസ്കരിച്ചു, ഒരുപാട് അമലുകൾ ചെയ്തു. പക്ഷേ അതെല്ലാം മറ്റാർക്കോ വേണ്ടിയാണ്, ആർക്കോ വേണ്ടിയാണ് ചെയ്തത്. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിന്റെ അമലുകൾ സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, നിന്റെ മുഖം വിവരണമായി പരലോകത്തു നിന്റെ കോലം കെട്ടുപോകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറഞ്ഞതെന്തെന്നറിയോ? അത്യുഗ്രമായ നരകത്തിലേക്ക് അല്ലാഹു നിന്നെ വലിച്ചെറിയുകയാണ്. അത്യുഷ്ണ ഉറവയിൽ നിന്ന് പടച്ച തമ്പുരാൻ നിന്നെ കുടിപ്പിക്കുന്നതാണ്. അറിയുമോ, അള്ളാന്റെ റസൂല് പറയുന്നു, നരകത്തിൽ നിന്ന് കുടിപ്പിക്കുന്ന ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനല്ല, ഈ ഭൗതിക ലോകത്തെ മുഴുവൻ പർവ്വതങ്ങളിലും മുഴുവൻ മാമലകളിലും ആ നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന അത്യുഗ്ര ചൂടുള്ള പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനം ഭൗതിക ലോകത്തെ മുഴുവൻ പർവ്വതങ്ങളിലും വീണ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ പർവ്വതങ്ങൾ ഉരുകി ഒലിച്ചു പോകുന്നതാ. അത്രയും ഭീകരമായ അത്യുഗ്ര ചൂടുള്ള അത്യുഷ്ണ പാനീയം അല്ലാഹു നിനക്കവിടെ അങ്ങ് തരുന്നതാണ്. എന്നിട്ടോ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ലരീ. അല്ലാഹു പറയുന്നു,
ഇവിടെ അമലുകൾ ചെയ്തിട്ട് പടച്ചവനല്ലാത്തവർക്ക് കൊടുത്തവൻ, ഇവിടെ ഒരുപാട് പേരെ കാണിക്കാൻ വേണ്ടി ചെയ്തവൻ, ഇവൻ അല്ലാഹു കൊടുക്കുന്നത് ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ലരീ, അവന് മുള്ളുള്ള മരത്തിൽ നിന്ന്, ലരി എന്ന് പറഞ്ഞാൽ മുള്ളുള്ള മരമാണ്, ആ മുള്ളുള്ള മരത്തിൽ നിന്നല്ലാതെ ഭക്ഷണമില്ല. ആ മുള്ളുള്ള മരത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ലാ യുസ്മിനു വലാ യുഗ്നീ മിൻ ജൂ, അത് പോഷകാഹാരമല്ലെന്ന് മാത്രമല്ല, ലാ യുസ്മിനു, അത് പോഷകാഹാരമല്ല, വലാ യുഗ്നീ മിൻ ജൂ, അവന്റെ വിശപ്പ് മാറുന്നതുമല്ല. പ്രിയപ്പെട്ട സഹോദരിമാര് ശ്രദ്ധയോടെ കേൾക്കണം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ആയിരക്കണക്കിന് വർഷം നരകാവകാശി നരകത്തിൽ കിടക്കും. ആയിരക്കണക്കിന് വർഷം കിടന്നിട്ട് ആ നരകാവകാശിക്ക് അല്ലാഹു കൊടുക്കുന്നത് കഠിനമായ വിശപ്പും ദാഹവുമാണ്. വല്ലാത്ത വിശപ്പാണ്, വല്ലാത്ത ദാഹമാണ്. ആ വിശപ്പും ദാഹവും നരകത്തിൽ അല്ലാഹു ഒരു മനുഷ്യന് കൊടുക്കുമ്പോ അവൻ ചിന്തിച്ചു പോകും, പടച്ചവനെ ഏറ്റവും വലിയ ശിക്ഷ ദാഹമാണെന്ന്, ഏറ്റവും വലിയ ശിക്ഷ വിശപ്പാണെന്ന് അവന് ചിന്തിച്ചു പോകും. കാരണം എന്തെന്നറിയോ? അവൻ അനുഭവിക്കുന്ന മറ്റുള്ള ഏതെല്ലാം പീഡനങ്ങളുണ്ടോ, ഏതെല്ലാം നരകീയ ശിക്ഷയുണ്ടോ, ആ ശിക്ഷകളെക്കാൾ കഠിനമായി അല്ലാഹു കൊടുക്കുന്നത് അവന് വിശപ്പാണ്, ദാഹമാണ്. അങ്ങനെ വിശപ്പും ദാഹവും അതിന്റെ പാരമ്യതയിലെത്തുമ്പോ അവന് നിലവിളിക്കുകയാണ്, അവന് നിലവിളിക്കുകയാണ്. വല്ലാത്ത നിലവിളി ഇങ്ങനെ ഉച്ചത്തിൽ കേൾക്കുമ്പോ മാലിക് എന്ന് പറയുന്ന മലക്ക്, നരകത്തെ കാക്കുന്ന മലക്കാണ്, സുബ്ഹാനല്ലാഹ്, യാതൊരു മയം കാണിക്കാത്ത, യാതൊരു കാരുണ്യം കാണിക്കാത്ത, യാതൊരു ആർദ്രതയുമില്ലാത്ത, യാതൊരു മനസ്സിനകത്ത് യാതെങ്കിലും നിലയിലുള്ള ഒരു സമീപനം കാണിക്കാത്ത കഠിന ഹൃദയനായ മല്ലന്മാരായ മലക്കുകളുടെ ലീഡറായ മാലിക് എന്ന മലക്ക് ആയിരക്കണക്കിന് വർഷം ഈ മനുഷ്യന് വിഷം നൊട്ടിയ വയറുമായി ദാഹിച്ച് പരവശനായി നിലവിളിക്കുമ്പോ അവസാനം അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവന് കൊടുക്കുന്ന ഭക്ഷണം തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമാണ്. അവന്റെ വിശപ്പ് മാറ്റാ തൊണ്ടയിൽ കെട്ടുന്ന ഒരു ഭക്ഷണം അല്ല കൊണ്ട് കൊടുക്കും. സാധാരണ തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണമായാലും വേണ്ടില്ല, അവന് കഴിക്കണം, വിശപ്പടക്കണം. ആ വിശപ്പെന്ന മാരകമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു കൊടുത്തത് എന്ന തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം കെടുത്ത് തൊണ്ടയിലേക്ക് വെക്കുമ്പോ ഈ ഭൗതിക ലോകത്ത് അവന് തൊണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങിപ്പോയാൽ അവന് കുടിക്കാൻ വെള്ളമാണ് അവൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ വെള്ളം കുടിക്കുമ്പോ തൊണ്ടയിൽ കെട്ടിക്കിടക്കുന്ന വസ്തു താഴേക്ക് പോകുമെന്ന് അവനറിയാ. അങ്ങനെയാണ് അവന് വെള്ളത്തിനു വേണ്ടി അഭിലഷിക്കുന്നത്. ആ വെള്ളത്തിന് വേണ്ടി അവന് കൈകാലിട്ടടിക്കുമ്പോ അല്ലാഹു കൊടുക്കുന്ന വെള്ളത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, തുസ്ഖാമിന് ഐനിൻ ആനിയ. ആയിരക്കണക്കിന് വർഷം അല്ലാഹു തആല നരകാവകാശി. ഏത് നരകാവകാശി? നരകാവകാശി എന്ന് പറയുമ്പോ നമ്മളൊക്കെ കരുതി വെച്ചിരിക്കുന്നത് ഈമാനില്ലാത്ത ആളുകൾ മാത്രമാണെന്നാണ്. അതൊക്കെ നമ്മുടെ അബദ്ധധാരണയാണ്. വീട്ടിൽ വന്നിട്ട് പരോപകാര സാധനങ്ങൾ നമ്മളോട് ചോദിച്ചെന്നിരിക്കട്ടെ, ഒരു സ്പൂൺ, ഒരു കൊട, ഓഫീസിൽ വെച്ചൊരു പെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വസ്തു നമ്മളോടൊന്ന് ഇല്ലാത്തവന് കൊടുക്കുന്ന നരകം, മദ്യപാനിക്ക് കൊടുക്കുന്നത് നരകം, പലിശക്കാരന് കൊടുക്കുന്നത് നരകം. ഇതൊക്കെയാ നമ്മൾ കരുതിയത്. അല്ല, അതാ പഠിക്കണമെന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ബാലപാഠം ഇന്ന് ആർക്കറിയാം? ഇസ്ലാമിന്റെ ബാലപാഠം ഇന്ന് ആർക്കറിയാം? നിസ്കാരമില്ലാത്തവനും പലിശഭോജിയും, അതുപോലെ തന്നെ കള്ളുകുടിയനും മദ്യപാനിയും, അതുപോലെ തന്നെ വ്യഭിചാരിയും, അങ്ങനെയുള്ള മാരകമായ തെറ്റുകൾ ചെയ്യുന്നവൻ മാത്രമാണ് സമൂഹത്തിൽ നിന്ന് നരകത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യപ്പെട്ടവരെന്ന ധാരണ നമുക്ക് പലർക്കുമുണ്ട്. അല്ല, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, എല്ലാണ്ട്.
പക്ഷേ തൊട്ടപ്പുറത്തെ അയൽവാസി നിന്റെ വീട്ടിൽ വന്ന് അവിടത്തെ വീട്ടിൽ പാചകം ചെയ്യാൻ തക്കമായ ഒരു പാത്രമില്ലാതെ വന്നപ്പോ നിന്റെ വീട്ടിൽ വലിയ പാത്രമുണ്ട്. സഹോദരിമാരെ കാത് കൂർപ്പിച്ച് കേൾക്കണം. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗസ്റ്റ് വന്നപ്പോൾ അവിടെ വെക്കുന്ന കറിക്ക് പാകമായ പാത്രമില്ലാത്തതിന്റെ പേരില് നിന്റെ വീട്ടിൽ വന്ന് പാകമായ പാത്രം ചോദിച്ചപ്പോൾ അത് നിഷേധിച്ച പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന നരകമാണ്. സൂറത്തുൽ മാഊൻ എടുത്ത് പഠിക്കി. സൂറത്തുൽ മാഊൻ വയംനഊനൽ മാഊൻ. മാഊൻ തടഞ്ഞു വെക്കുന്നവൻ, പരോപകാര സാധനങ്ങൾ തടഞ്ഞു വെക്കുന്നവൻ, തൊട്ടി തടഞ്ഞു വെക്കുന്നവൻ, കയറ് മാറ്റി വെക്കുന്നവൻ, കിണറിൽ മോട്ടറിന്റെ സ്വിച്ച് ഓഫ് ആക്കി അല്ലെങ്കിൽ അതിന്റെ വാൽവടച്ചിട്ട് പൈപ്പിൽ നിന്ന് ഒരു തുള്ളി വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നവന് വാൽവടച്ചിട്ട് ഇവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് കള്ളം പ്രചരിപ്പിച്ചിട്ട് പാവപ്പെട്ടവന് കുടിവെള്ളം നിഷേധിക്കുന്നവൻ, അവനൊക്കെ നരകത്തിലാണ്. 45 ഹജ്ജ് ചെയ്തിട്ടുണ്ടാവാം, 56 ഉംറ ചെയ്തിട്ടുണ്ടാകാം, പള്ളിക്കും മദ്രസയ്ക്കും ഒക്കെ വാരിക്കോരി കൊടുക്കുന്നുണ്ടാവാം. പക്ഷേ കുടിവെള്ളം നിഷേധിക്കുന്നതിലൂടെ പടച്ചതമ്പുരാൻ കൊടുക്കുന്നത് നരകമാണ്. നിസാരമാണെന്ന് കരുതരുത്. സാലിഹത്തായ ഒരു പെണ്ണിന്റെ കഥ നമുക്കറിയാം. എന്നാണോ ഈ രാപ്രസംഗങ്ങൾ തുടങ്ങിയത് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ചരിത്രമാണ്. എന്ത് ചരിത്രം? പൂച്ചയെ കെട്ടിയിട്ട് അതിന് വെള്ളം കൊടുക്കാത്ത പെണ്ണിന് അല്ലാഹു തആല സാലിഹത്തായിരുന്നിട്ടും കൊടുത്ത നരകം. സ്വന്തം ശരീരം വിറ്റ, സ്വന്തം ശരീരം കച്ചവടം നടത്തിയ വ്യഭിചാരിണിയായ പെണ്ണിന് നായക്ക് നാവ് നീട്ടി മണ്ണ് തിന്നുന്നത് കണ്ടപ്പോ തന്റെ ചെരുപ്പൂരി തൊട്ടിയാക്കിയിട്ട് ഷോളഴിച്ചിട്ട് കയറാക്കിയിട്ട് കിണറിലിറക്കി വെള്ളം കോരിയിട്ട് അതിന്റെ നാവ് നനച്ചു കൊടുത്തപ്പോ അതുവരെ ചെയ്ത എല്ലാ വേശ്യാവൃത്തിയും അല്ല പുറത്തു കൊടുത്തിട്ട് സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിൽ പാറി നടക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തു. അതുകൊണ്ട് പലിശക്കാരനെ നോക്കിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി ഫസാദ് പറയുന്നവൻ പല്ലിളിക്കുകയാണ്. ഇവൻ നരകത്തില്, ഞാൻ അങ്ങ് സ്വർഗത്തില്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബോധം നമുക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ബോധം ഉണ്ടാകണം. അതുകൊണ്ട് നരകത്തിൽ അല്ലാഹു തആല നമ്മളെ പ്രവേശിപ്പിച്ചാൽ പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ.